ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജിലെത്തുന്ന സമയത്ത് പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ പലപ്പോഴും പുറത്തേക്ക് നോക്കാറാണല്ലോ പതിവ്. കരിയർ ചൂസ് ചെയ്യാൻ പോലും എന്താണ് കൂടുതൽ സാധ്യത, ഈ ലോകത്ത് എന്താണുള്ളത് എന്നന്വേഷിക്കുകയാണല്ലോ. അതിലപ്പുറം സത്യത്തിൽ അകത്തേക്ക് നോക്കുന്ന, ഉള്ളിലേക്ക് നോക്കുന്ന, തന്നിൽ എന്താണുള്ളത് എന്ന് നോക്കിയിട്ട് അതിൽ വർക്കൗട്ട് ചെയ്താൽ മതി. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ളതാണ്, ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, സ്കോപ്പ് ഇല്ലാത്ത കോഴ്സാണ് ഏതാണ് എന്ന്. സത്യത്തിൽ സ്കോപ്പ് നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. നമ്മുടെ സ്പെസിഫിക്, നമ്മളെ പടച്ചോൻ സൃഷ്ടിച്ചത് നമ്മളെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഇതിൽ ശരിക്ക് ഒരു കൃത്യമായ അവയർനെസ്സിൻ്റെ ആവശ്യമാണുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥ, നമ്മുടെ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഈ ST കോളനിയിൽ കാട്ടിൽ ഒരു പുഴ കടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ST ആളുകൾ പുഴ നീന്തി കടക്കാറാണല്ലോ പതിവ്. അപ്പോൾ അതിനൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി അന്ന് മിനിസ്റ്റർ തീരുമാനിച്ചു. അങ്ങനെ പാലം നിർമ്മിച്ചു. പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ചീഫ് മിനിസ്റ്ററൊക്കെ വരുന്ന ദിവസമാണ്. അങ്ങനെ അന്ന് എല്ലാം തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പത്രക്കാരൻ അവിടുത്തെ ഒരു മൂപ്പനോട് ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, മൂപ്പനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, മുമ്പ് നമ്മൾ നീന്തി കടക്കണമെങ്കിൽ വെയിൽ കൊണ്ട് നീന്തണമായിരുന്നു, ഇപ്പോൾ വെയിൽ കൊള്ളാതെ പാലത്തിൻ്റെ അടിയിൽ കൂടി നീന്താന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സംഗതി ഉണ്ട്, പാലെന്ന് പറഞ്ഞതുണ്ട്. പക്ഷെ അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായൊരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്ക് കരിയറിലും ഇന്ന് കരിയറിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ് അവൈലബിളാണ്, ആവശ്യമാണ് താനും. പണ്ട് കാലത്തൊക്കെ കുറച്ച് കോഴ്സുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ +2 കഴിഞ്ഞ സമയത്ത് നമുക്ക് പോകാൻ കുറച്ച് വഴികളുണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇപ്പോൾ ഒത്തിരി വഴികളുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് അതിനനുസരിച്ച് അവൈലബിളാണ്. പക്ഷേ അവൈലബിൾ ആണെങ്കിലും ഇതെന്താണ്, എന്തിനാണ്, ഇതിൻ്റെ ബേസിക്സ് എന്താണ് എന്നൊരു ധാരണയാണ് കാര്യമായിട്ട് ഉണ്ടാവേണ്ടത്. അതുണ്ടാകുമ്പോൾ അതനുസരിച്ച് ഫ്യൂച്ചറിലേക്ക് വേണ്ട സ്കില്ലുകൾ എന്താണോ ആ സ്കില്ലുകളെല്ലാം ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് കൂടി അവിടെ നടക്കേണ്ടതുണ്ട്.